ഹായ്, വെൽക്കം ടു അനദർ വ്ളോഗ്. ഇന്ന് ഇവിടെ 31 ഡിസംബർ, ജാനുവരിയില്ല, നാളെയാണ് ന്യൂ ഇയർ. ഇപ്പം ന്യൂ ഇയർ ആയിട്ട് ഞാൻ ഇതുവരെ ലൈഫിൽ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം ചെയ്യുകയാണ്. അത് സർപ്രൈസായിട്ട് നിൽക്കാം. എൻ്റെ കൂടെ കുറച്ച് പേരും കൂടെ ഉണ്ട്, ഞാൻ അവരെ വഴിയെ കാണിച്ചു തരാം. ഓക്കെ, ഇവിടുത്തെ ഗ്രീൻ ഗ്രേപ്സ്, അത് ന്യൂ ഇയറിന് കഴിക്കണ ഈ സംഭവം 12 നമ്മൾ കഴിക്കണം. അത് 12 വിഷ് ആഗ്രഹിച്ചിട്ട് വേണം കഴിക്കാം, അല്ലേ? ഫുൾ അൺഹെൽത്തി ആണ് ഗൈസ്, ഫുൾ അൺഹെൽത്തി ആണ്. ഡയറ്റ് ഫോളോ ചെയ്യണ ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് ഇതൊന്നും താല്പര്യമില്ല. ഏറ്റവും നല്ലതാണ് ഇത് വെച്ച് താൻ 12 വിഷു പറഞ്ഞ 12 വിഷും ബാക്കി. അതെ 12 വിഷു. ഇത്രയും വലിയ സാധനം ഞാൻ മേടിച്ചിരുന്നത് അറിയാം. പക്ഷെ 12 വിഷു വേണ്ടേ? എനിക്ക് ആകെ കൂടെ ഒരു വിഷ് 2 വിഷൊക്കെ കാണും. കഷ്ടപ്പെട്ടൊരു 12 ധൈര്യം. ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിയപ്പോൾ ഇവിടെ കണ്ട ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഈ കാർ എങ്ങനെയുണ്ട്? നൈസ് അല്ലേ? എത്ര പ്രായമുള്ള വണ്ടീനെ പോലെ ഉണ്ട്. ഇതൊക്കെ അവിടെ ഒരു സ്റ്റാർബക്സ്, തൊട്ടപ്പുറത്തൊരു ജിമ്മ്. അതെ, ബൈ ദ വേ ഞാൻ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഈ ചായ ഒന്ന് പിടിച്ചാണ് പോയി. ഏയ് പോവല്ലേ? ഒന്ന് നമ്മൾ സ്ട്രൈറ്റ് നനായമോ അവിടെ നിന്നായിരിക്കും ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഇവിടെ നിന്ന് 1 മണിക്കൂറൊക്കെ ഉള്ളൂ. ഈ ഫ്രണ്ട് ഇരിക്കണ ഈ വ്യക്തി ഉണ്ടല്ലോ, APJ. ആ APJ അല്ല, അത് റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ, ഇത് റോക്കറ്റ് ബോയ് ഓഫ് കാനഡ. ഫീസ് കാണിക്കാന്ന് വെച്ചാൽ ഗൈസ്, ആ ഫ്രണ്ടിൽ പോണ നമ്മളെ വിത്തുകളാണ് കേട്ടോ. ഒപ്പം പിടിക്കാനില്ല, നിന്റെ ഫ്രണ്ടിൽ കയറി പോകാൻ എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ കുറച്ചുകൂടെ മെച്ചോർഡ് ഡ്രൈവർ ആയതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. ഒന്ന് പോടാ, അല്ലാണ്ട് ട്രിപ്പിനോ സൂക്ഷിച്ചും കണ്ടും പോകാനുള്ളതിന് വണ്ടി ഡ്രൈവ് ചെയ്തോണ്ട് പോകും. അവസാനം ഇറങ്ങി നടക്കേണ്ടി വരുമല്ലേ? സത്യം. മാൻഹട്ടൻ കഴിഞ്ഞിട്ട് വെച്ച് പിടിച്ചോ, കുഴപ്പമില്ല. ഇവിടെ പോലീസ് ഉണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുവാണ്. അത് ശരിയാ. സൂക്ഷിച്ച് പോകാൻ എന്തായാലും അത്രേ പറയാനുള്ളൂ. ഞാൻ നോർമലി പോകുമ്പോ പോക്കേ ഉള്ളൂ. എന്താണല്ലോ നിങ്ങൾ കയറിക്കോ ഫ്രണ്ടിൽ, ഞാൻ സ്ലോ ആക്കി തരാം. പോരെ നടന്നു പോയിട്ട് വരും. ഇത് അങ്ങോട്ട് പറഞ്ഞ ഡയലോഗ് അല്ലേ? പുതിയ ഡയലോഗ് പുതിയതുപോലെ ഇറങ്ങിക്കൂടെ? ഞാൻ 90-ല് 10 കൂടുതൽ പോകുന്നുള്ളൂ. 20-40 പതുക്കെ പോയാ മതി. ഗൈസ്, ഒരു സാഡ് ന്യൂസ് ആണ് എനിക്ക് തരാനുള്ളത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള 2 APJമാരിൽ ഒരു APJ ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുക്കാൻ പോവുകയാണ്. നീയോ APJ ചേട്ടാ? അവനെ സന്തോഷം പങ്കുവയ്ക്കൂ. എങ്കിൽ ചേട്ടൻ പങ്കുവയ്ക്കൂ. സന്തോഷമൊന്നുമില്ല, എനിക്ക് സങ്കടമാണ്. ഉപേക്ഷിക്കാതിരുന്നൂടെ? പക്ഷേ ഇന്ത്യയിലെ കറക്റ്റ് പൊളിറ്റിക്കൽ അവസ്ഥ വെച്ച് എന്റെ വ്ളോഗില് പല ഇഷ്യൂസും ഇനി ഉണ്ടാവും. തിരുവനന്തപുരം പോയ ശേഷം അഭിജിത്ത് വിട്ടു. അല്ല, അതുകൊണ്ടല്ല, ഇന്ത്യയിൽ നടക്കുന്ന മൊത്തം കറക്റ്റ്. എനിക്ക് ഇന്നോടൊന്നും പറയാനില്ലാതെ എന്റെ വ്ളോഗ് പോയ ഗൈസ്, ഇവിടെ ഭയങ്കര പൊളിറ്റിക്കൽ ടോക്കാണ്. അതെനിക്ക് ക്യാപ്ചർ ചെയ്യാൻ താല്പര്യമില്ല. എനിക്ക് ഇവിടെ സിറ്റിസൺഷിപ്പ് എടുക്കണമെന്ന് ഒരു താല്പര്യമില്ല. കാരണം എനിക്ക് എപ്പോഴും നാട്ടിൽ സെറ്റിൽ ആവണമെന്നാണ്. ഇന്ത്യയിൽ നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ ഇപ്പൊ ഒരു ഇത്ര രൂപ ബാങ്ക് ബാലൻസ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത പൊളിറ്റിക്കൽ കണക്ഷൻസ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ജീവിക്കാം. സിറ്റിസൺഷിപ്പിനെ പറ്റിയാണ് ഭയങ്കര ടോക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അതിലോട്ട് വലിയ കമന്റ് ഇല്ല, കാരണം ഞാൻ ഇവിടെ നിൽക്കാൻ പോകുന്നില്ല. ഡിജോൻ ചേട്ടാ, ഞാൻ ഇച്ചിരി ബിസിയാണ്, പിന്നെ വിളിക്കാം. ജോജി അവനിത്തിരി തിരക്കിലാണ്, പിന്നീട് വിളിക്കാം. അതെ, ഞാൻ ഇവിടെയാണ് ജോബ് ചെയ്യണ. അങ്ങനെയൊന്നുമില്ല, ഞാൻ വിക്ടോറിയാണ്. ഞാൻ ഇപ്പം ജോബിന് വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. സോ നമ്മൾ ഫുഡ് കഴിക്കാൻ ഹിലോട്ട് വന്നിട്ടുണ്ട്. കഴിക്കാൻ പോണം. സൂപ്പ് എവിടെ പോയാലും ഇത് തന്നെയല്ലോ, ഒന്ന് മാറ്റി പിടിച്ചു. വെൽക്കം ടു ചെയ്യാണ്. ഏട്ടൻ എന്താ ഒരു വാഷ്റൂം സ്റ്റൈൽ ഏതാണ്? ബിയാർഡ് വെച്ചേക്കണ ഇറ്റാലിയൻ ബിയാർഡ് പിടിച്ചതാണ്.
ലാസ്റ്റ് വീഡിയോയിൽ നല്ല റെസ്പോൺസ് ആയിരുന്നു. 5 ലൈക്കും അല്ല 5 കമന്റും 10 ലൈക്കും ഉണ്ട്. പേര് ഒന്ന് ലൈക്ക് അടിച്ചെങ്കിൽ ഞാൻ ഒന്ന് രക്ഷപ്പെട്ടേനെ. ഈ വ്യക്തി കമന്റ് ഇട്ടിട്ടുണ്ട്, അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പറയാൻ വാക്കുകളില്ല. റിയലി അമേസിംഗ്, അമേസിംഗ് എന്ന് പറഞ്ഞാൽ അമേസിംഗ്, റിയലി റിയലി അമേസിംഗ്, അമേസിംഗ്. ഏത് കമന്റ് ആണ് ഇട്ടാ? തീ ഒന്നും വന്നില്ല അവിടെ. നീ ക്ലാപ്പ് ഇട്ട് ഇതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല. എനിക്ക് ഞാൻ കണ്ടില്ലല്ലോ. ഇത് കണ്ടുപോലുമില്ല. ആകെ ഉണ്ട് മറ്റേ വെൽക്കം ടു യൂട്യൂബ് ഹലോ ഗൈസ്. ഇവരൊന്ന് ലൈക്ക് ഇട്ടെങ്കിൽ പോലും ഞാൻ രക്ഷപ്പെട്ടേനെ. ഗൈസ് നമ്മൾ തന്തൂരി പ്ലേറ്ററാണ് ഓർഡർ ചെയ്ത 2 എണ്ണം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൽ പ്രോൺസ് പറഞ്ഞുണ്ട്, ചിക്കൻ മലായ് കബാബ് ഉണ്ട്, തന്തൂരി ചിക്കൻ ഉണ്ട്, ലാം ഉണ്ട്. ഞാൻ ഇതിൽ ചിക്കൻ മാത്രമേ കഴിക്കാറുള്ളൂ. പിന്നെ ഞാൻ വന്നിട്ട് ഒരു മസാല ദോശയും വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ കൈ എടുത്തോണ്ടോ? എടുത്തോ കുഴപ്പമില്ല, എടുത്തോ. ഈ പുള്ളി ഭയങ്കര ധൃതിയാണ് കേട്ടോ. ചെസ് പീസ് എടുത്തോണ്ട് പോയി. ഇതില് മലായ് ചിക്കൻ ഉണ്ട്, തന്തൂരി ചിക്കൻ ഉണ്ട്, സെയിം ഇത് തന്നെ. ബാക്കി പിന്നെ പോയി. അങ്ങനെ എന്റെ മസാല ദോശ എത്തിയിട്ടുണ്ട്. ഞാൻ ബീഫ് സ്പെഷ്യൽ കോംബോ ആണ്. ചേട്ടാ എന്താണ് ഓർഡർ ചെയ്ത? സാമ്പാർ അവിയല്. ചുമ്മയാണ്. ഇതെന്തോ സൂപ്പാണ്. ഡിജോൻ ചേട്ടാ എന്താണ് ഓർഡർ ചെയ്ത? ചിക്കൻ ബിരിയാണി, ചിക്കൻ ദോശ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടോ? സാഹലേട്ട എന്ത് ഓർഡർ ചെയ്ത? പ്ലെയിൻ ദോശയാണ് ഓർഡർ ഇതാണ് പ്ലെയിൻ ദോശ. കിട്ടിയിട്ടില്ല. ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ടയർഡാണ്. ഇവിടെയും ടയർഡാണ്, അവിടെയും ടയർഡാണ്. അവിടെ ഒരാൾ ഫോട്ടോ എടുക്കണുണ്ട്, അറിയാതെ എടുക്കണതാണ്. ഇനി നെക്സ്റ്റ് തിങ് എന്ന് വെച്ചാൽ ഇനി അടുത്ത നമ്മൾ നേരെ സ്ട്രെയിറ്റ് ടു ക്യാമ്പൽ റിവർ. അങ്ങനെ ലാസ്റ്റ് ആഫ്റ്റർ എ ലോങ് ഡ്രൈവ് നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഇനി കയറി ചെക്ക് ഇൻ ചെയ്യുക. കുറച്ച് ഫ്രഷ് ആയിട്ട് ന്യൂ ഇയർ ആയതുകൊണ്ട് ഇന്ന് പുറത്തായിരിക്കും എന്തായാലും. ഇവിടെ ക്ലിയർ ഇല്ലാണ്. അങ്ങനെ ലാസ്റ്റ് എല്ലാവരെയും നമ്മുടെ വിത്തുകളെ കണ്ടുപിടിച്ചിരിക്കുക. അത്യാവശ്യം നല്ലൊരു ആംബിയൻസ് ഉള്ള ഹോട്ടലാണ് കേട്ടോ. 3rd ഫ്ലോറിലാണ് സംഭവം. എന്ത് വെയിറ്റ് ലിമിറ്റ് ഒന്നും ഇല്ല, ധൈര്യമായിട്ട് കയറാം. എല്ലാരും പതുക്കെ. അത് ഇതിലൊരു ആവശ്യം ഉണ്ടായിരുന്നു ഈ വ്ളോഗിൽ. എൻ്റെ വീട്ടുകാർ കേൾക്കാൻ വേണ്ടി ഇട്ടതല്ലേ, പക്ഷെ എന്നെ അറിയാവുന്നവർക്ക് എന്നെ അറിയാം. അങ്ങനെ ഫൈനലി അങ്ങനെ എല്ലാവരും ന്യൂ ഇയർ നൈറ്റ് എങ്ങനെ സ്പെൻഡ് ചെയ്യാം എന്നുള്ള പ്ലാനിലാണ്. ഇതാണ് വാഷ്റൂം. അത്യാവശ്യം നല്ല വാഷ്റൂമാണ്. ഇവിടെ എന്തൊക്കെയുണ്ട്? ലൈറ്റ് ഉണ്ട് കേട്ടോ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട മിററാണ്, കണ്ട. പിന്നെ ആൻറ്റി ഫോഗുണ്ട്, അത് നൈസാണ്. പിന്നെ ഹാൻഡ് വാഷ്, ബോഡി ലോഷൻ, കണ്ടീഷണർ, ഷാംപൂ, പിന്നെന്താ ഷവർ ജെൽ, അത്യാവശ്യം ഉണ്ട്. സൈഡ് മിറർ കൊള്ളാം, കുഴപ്പമില്ല. ഇത് അത്യാവശ്യം നല്ല വ്യൂ അല്ലേ? ഇവിടെ എല്ലാരും ന്യൂ ഇയർ ആയിട്ട് ഡിസ്കഷൻ ആണ് ഭയങ്കര. എന്ത് ചെയ്യണമെന്ന് ഇതുവരെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞോളാം. ഗൈസ് അങ്ങനെ റൂമിലിരുന്ന് ഇച്ചിരി ഇത് മടുപ്പായപ്പോൾ പുറത്തോട്ട് ഒരു വാക്കിന് ഇറങ്ങിയതാ. ഞാനും ഉണ്ട്, ഇവർ രണ്ടും ഉണ്ട്. ഈ സംഭവമാണ് ഞാൻ ഓർഡർ ചെയ്തത്. KFCയിലാണ്. വേറെ റെസ്റ്റോറൻ്റ് ഒന്നും ഓപ്പൺ അല്ല, പബ്ബൊക്കെ ഓപ്പൺ ആണ് ന്യൂ ഇയർ ആയതുകൊണ്ട്. അങ്ങനെ ബർഗർ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കഴിച്ചിട്ട് നേരെ റൂമിലോട്ട് പോകും. ഹലോ ഗായ്സ്, നമ്മളിവിടെ കാസിനോയിലാണ് വന്നേക്കണത്. എനിക്ക് ഉറപ്പില്ല അകത്ത് പോയ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന്. ഇതൊന്നും അറിയത്തില്ല. ന്യൂ ഇയർ ആകുമ്പം പറഞ്ഞാൽ പോലെ ഇവരൊക്കെ പറഞ്ഞത് കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇവിടെ ഭയങ്കര നോയ്സാണ്. സോ നമ്മൾ ബേസിക്കലി ഒരു പബ്ബിൻ്റെ അകത്താണ്.
അപ്പോൾ ഇവിടെ ഇരുന്ന് ചില്ല് ചെയ്യാനാണ് പ്ലാന്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് അപ്ഡേറ്റ് തരാം. ഓക്കെ. ന്യൂ ഇയർ ആയിട്ട് എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും എപി ചേട്ടാ, എന്താണ് ന്യൂ ഇയറിന് അവിടെ തീർന്നു, എന്താണ് ന്യൂ ഇയറിന് പറയാനുള്ളത്? സോ ഗായ്സ്, അങ്ങനെ എല്ലാം പരിപാടി കഴിഞ്ഞ് റൂമിൽ എത്തിയിട്ടുണ്ട്. ഞാൻ കൂടുതൽ സൗണ്ട് ഉണ്ടാക്കാത്ത എല്ലാവരും ഉറക്കമായിരിക്കും, അതുകൊണ്ടാണ്. സോ ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് നിർത്തിയാണ്. എനിവേസ്, ഹാപ്പി ന്യൂ ഇയർ. നാളെ ഒരു വ്ളോഗുമായിട്ട് കാണാം.